Hi Cadets, Jai Hind, welcome back to my channel. കുട്ടികളെ നിങ്ങളും 2025 നേവി SSR ആൻഡ് MR ഫോം ഫിൽ ചെയ്ത കുട്ടികളാണോ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്? അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്? എക്സാം ഡേറ്റ് എപ്പോൾ അറിയാൻ പറ്റും? എക്സാം സിറ്റി എപ്പോൾ അറിയാൻ പറ്റും? എക്സാം സെൻറ്റർ എപ്പോൾ അറിയാൻ പറ്റും? എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2025 നേവി SSR ആൻഡ് MRലേക്ക് എത്ര കുട്ടികളാണ് എക്സ്പെക്റ്റഡ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്, കോമ്പറ്റീഷൻ ലെവൽ എന്താണ്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും 2025 നേവി SSR ആൻഡ് MR ഫോം ഫിൽ ചെയ്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ക്ലിയർ? കുട്ടികളെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് ആണ് എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. ഈ ഒരൊറ്റ റിട്ടേൺ എക്സാം മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് 3 സ്റ്റേജിലേക്കുള്ള സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് നോട്ടിഫിക്കേഷനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 സ്റ്റേജിലേക്കുള്ള റിട്ടേൺ എക്സാം എന്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. 3 ഫേസിലേക്കാണ് ഈ തവണ നേവിയുടെ ഇൻടേക്ക് വന്നിരിക്കുന്നത്. അതായത് 3 നോട്ടിഫിക്കേഷൻ കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. വേക്കൻസി അറൗണ്ട്ലി 5000 6000 അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് ഒരൊറ്റ എക്സാം ആണ് നേവി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരൊറ്റ എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. 3 സ്റ്റേജിലേക്കുമുള്ള സ്റ്റേജ് 1, അതായത് സ്റ്റേജ് 2, സ്റ്റേജ് 3, 3 ഇൻടേക്കിന്റെയും സ്റ്റേജ് 2 നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാം. നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ് ആണ് റിട്ടേൺ എക്സാം. അപ്പോൾ നമുക്ക് നോക്കാം റിട്ടേൺ എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്ന്. കുട്ടികളെ ഇവിടെ നോക്കൂ. ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ അഗ്നിവീർ സ്റ്റേജ് 1 02/2025, 01/2026 ആൻഡ് 02/2026. ഈ 3 ഇൻടേക്കിനും വേണ്ടിയിട്ട് എന്താണ് ഒറ്റ എക്സാം ആണുള്ളത്. സ്റ്റേജ് 1 ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് 2025 മെയ്യിൽ എന്നാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേജ് 1 INAT. ഈ എക്സാമിന്റെ റിസൾട്ടും വരാൻ പോകുന്നത് മെയ്യിൽ തന്നെയാണ്. കുട്ടികളെ, നിങ്ങളുടെ എക്സാം എന്തായാലും നടക്കാൻ പോകുന്നത് മെയ് 1st or 2nd വീക്കോടായിരിക്കും. എക്സാം കഴിഞ്ഞതിന് ശേഷം 14 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ടും വരുന്നതായിരിക്കും. 2nd വീക്കിൽ നിങ്ങളുടെ എക്സാം നടക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലാസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ടും വരുന്നതായിരിക്കും. കുട്ടികളെ, ഇനി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് എപ്പോൾ വരും എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. കുട്ടികളെ, ഇവിടെ നോക്കൂ. നേവിയുടെ ഹാൾ ടിക്കറ്റിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 2 രീതിയിലാണ് നടക്കുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റ് എക്സാമിന്റെ കണക്കല്ല. അതായത് ആർമിയുടെയും SSGയുടെയും കണക്കൊന്നുമല്ല. ഡിഫറൻ്റ് ആയിട്ടാണ് നേവിയുടെയും എയർഫോഴ്സിന്റെയും നടക്കുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യം ഒരു മെയിൽ വരുന്നതായിരിക്കും. ആ ഒരു മെയിലിൽ കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റും അതുപോലെ തന്നെ എക്സാം സിറ്റിയും. അതിനുശേഷം എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ്, അതായത് ആദ്യം വന്ന ആ ഒരു അപ്ഡേറ്റിൽ തന്നെ കാണും നിങ്ങളുടെ എക്സാം എന്നാണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു എക്സാം ഡേറ്റിന്റെ 24 to 48 hours മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സെൻറ്റർ അറിയാൻ പറ്റുന്നത്. ക്ലിയർ ആയല്ലോ? നിങ്ങളൊരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്, എക്സാം ഡേറ്റ്, അത് നിങ്ങൾക്ക് ഇനിഷ്യലി അറിയാൻ പറ്റും. നെക്സ്റ്റ്, എക്സാം സിറ്റി, അത് നിങ്ങൾക്ക് ഇനിഷ്യലി അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് എവിടെയാണോ നിങ്ങളുടെ എക്സാം സെൻറ്റർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടുന്നത് എപ്പോഴാണ്? എന്നാണോ നിങ്ങളുടെ എക്സാം ഡേറ്റ്, അതിൻ്റെ 24 to 48 hours മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്ററും. മനസ്സിലായല്ലോ കുട്ടികളെ? എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ എന്താണ് ഒരു ഡൗട്ടും വേണ്ട. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എത്ര കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കുറച്ച് കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടുണ്ട്. ഈ തവണ നേവി SSRന് എക്സ്പെക്റ്റഡ് ഫോം ഫില്ലിംഗ് 4 lakhs ആണ്. നേവി MRന് 3 lakh plus കാൻഡിഡേറ്റ് ആണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും കോമ്പറ്റീഷൻ ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 3 ഇൻടേക്കിൻ്റെയും കൂടി നോട്ടിഫിക്കേഷൻ എന്താണ് ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റീഷൻ ലെവൽ ഹൈ ആയിരിക്കുന്നത്. വേക്കൻസി നല്ലപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഫോം ഫിൽ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നല്ലപോലെ പ്രിപ്പറേഷൻ നടത്തിയിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ കൊണ്ടുപോകാൻ വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേവി SSRന്റെ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. 4000 ആണ് ടോട്ടൽ ഫീസ്. നേവി MRന്റെ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും 2500 ആണ്. മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ക്ലാസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 4000 ആണ് ടോട്ടൽ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ റെക്കോർഡഡ് സെഷൻ ലഭിക്കും. മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും നേവി SSR ആൻഡ് MRന്റെ. അതുപോലെ തന്നെ കുട്ടികളെ, ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ സിലബസ് ഫുള്ള് കവർ ചെയ്ത് ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. എക്സാം എന്തായാലും നമുക്ക് മനസ്സിലായി ഒരു മെയ് 2nd വീക്കോടായിരിക്കും. അപ്പോൾ അതിനൊരു 10 or 14 days മുന്നേ തന്നെ നമ്മൾ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും.
ക്ലിയർ ആയല്ലോ. അതിനുശേഷം നമ്മൾ പിന്നെ റിവിഷൻ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് ഇന്ത്യൻ ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ ട്രേഡിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2024-25 റിസൾട്ട് എടുത്താൽ ഏറ്റവും കൂടുതലും കുട്ടികൾ അത് ഇന്ത്യൻ ആർമിയിലേക്കാണെങ്കിലും ഇന്ത്യൻ നേവിയിലേക്കാണെങ്കിലും ടെറിട്ടോറിയൽ ആർമിയിലേക്കാണെങ്കിലും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആന ഡിഫൻസ് അക്കാഡമി തന്നെയാണ്. നമ്മുടെ ഈ ഒരു അക്കാഡമി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബ്രാഞ്ച് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് മാത്രമാണ് ഇത്രയും കുട്ടികൾ ജോലിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതേ രീതിയിലുള്ള മോക്ക് ടെസ്റ്റും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രോപ്പർ ക്ലാസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആനോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഡിഫൻസ് കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് കാര്യങ്ങളും അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.